ട്രെൻഡിങ് ഫിംഗർ ഫോർ ടൈം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ബഹുമാന്യനായ ഒരു ബിസിനസ്സുകാരനാണ് രത്തൻ ടാറ്റ. സാമൂഹിക നന്മ മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ട് ചെയ്തിരിക്കുന്ന നിരവധി ബിസിനസ്സുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തേത് എന്ന് പറയാവുന്ന സ്റ്റുഡിയോ ഏതൊരു സാധാരണക്കാരനും വിലയേറിയ വസ്ത്രങ്ങൾ ചെറിയ തുച്ഛമായ വിലയ്ക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം വിഭാവനം ചെയ്ത സ്റ്റുഡിയോ ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റുഡിയോക്കെതിരെ കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ SIO പ്രവർത്തകർ സമരം നടത്തുകയുണ്ട്. ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനെക്കുറിച്ച് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഷൈനു സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോ എന്ന് പറയുന്ന ഫാഷൻ ബ്രാൻഡ് ഷോറൂമുകളിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SIO നടത്തിയിട്ടുള്ള മാർച്ച് അവരുടെ സോഷ്യൽ മീഡിയ പ്രചരണവും ഒക്കെ തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. സ്റ്റുഡിയോ ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനമാണ് അവർ നടത്തിയിട്ടുള്ളത്. സത്യത്തിൽ അപ്പോഴാണ് കേരളത്തിലുള്ള ജനങ്ങൾ സ്റ്റുഡിയോ ആരുടേതാണ് എന്ന് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് ടാറ്റ ഗ്രൂപ്പിൻ്റെതാണ് എന്നുള്ളത്. പുത്തനുടുപ്പിൽ ചോരക്കറയോ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് SIO കോഴിക്കോട്ടെ സ്റ്റുഡിയോ ഷോറൂമിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത്. മാധ്യമം ദിനപത്രത്തിൽ SIOയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഹമീദ് TP ജൂൺ 6 തീയതി ഒരു ലേഖനം എഴുതുകയുണ്ടായി. BDS മൂവ്മെന്റും ബഹിഷ്കരണത്തിന്റെ രാഷ്ട്രീയവും എന്നാണ് ആ ലേഖനത്തിന്റെ തലക്കെട്ട്. അപ്പോൾ ആ ലേഖനം വായിക്കുന്ന ഏവർക്കും മനസ്സിലാവും കേവലം കുറച്ച് വിദ്യാർത്ഥികൾക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമല്ല സ്റ്റുഡിയോക്ക് മുൻപിൽ നടന്നിട്ടുള്ളത്. ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് കേവലം കോഴിക്കോട്ടെയോ കേരളത്തിലെയോ SIOയ്ക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല. അപ്പൊ എന്താണ് BDS എന്ന് സ്വാഭാവികമായിട്ടും നാം അന്വേഷിക്കേണ്ടതുണ്ട്. 2005 BDS എന്ന് പറയുന്ന സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നത്. 170ഓളം തീവ്ര ഇസ്ലാമിക സംഘടനകൾ, മത ഭീകര സംഘടനകൾ ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് 2005 BDS എന്ന് പറയുന്ന സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നത്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത്. BDS എന്നാൽ ബോയ്ക്കോട്ട്, ഡിവെസ്റ്റ്മെന്റ്, സാങ്ഷൻസ്. ഒന്ന് ബഹിഷ്കരണം, ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക. ലോകമെമ്പാടും ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനമാണ് ഒന്ന് BDSന്റെ. മറ്റൊന്ന് ഡിവെസ്റ്റ്മെന്റ് ആണ്, അതായത് നിക്ഷേപ നിരോധം സംഘടിപ്പിക്കുക. ഇസ്രായേലിൽ ആരെങ്കിലും നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് നിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുക. നിക്ഷേപം ഇസ്രായേലിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെ സാമ്പത്തിക ഉപരോധം സംഘടിപ്പിക്കുക. കേവലം അത് ഇസ്രായേൽ മാത്രമല്ല, ഇസ്രായേൽ എന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കെതിരെയും ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു
കർമ്മ പദ്ധതി മതഭീകര സംഘടനകൾ ആഗോള തലത്തിൽ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച തരത്തിൽ SIOയിലെ കുറച്ച് ചെറുപ്പക്കാർക്ക് കുട്ടികൾക്ക് തോന്നിയിട്ടുള്ള ഒരു സമര പരിപാടിയല്ല ഇത്, മറിച്ച് ആഗോള തലത്തിൽ നടക്കുന്ന മതഭീകര ശക്തികളുടെ കർമ്മ പദ്ധതി ഈ ഇന്ത്യയിൽ, ഈ കേരളത്തിൽ നടപ്പിലാക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും നാം ചിന്തിക്കേണ്ടിയിരിക്കും. ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ UDFകാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, 2014 UDFിന്റെ നേതാവായിട്ടുള്ള, കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി എന്ന് പറയുന്ന സമയത്ത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പോലീസ്, അങ്ങനെയാണല്ലോ പറയാ, ആഭ്യന്തര വകുപ്പ് വളരെ കൃത്യമായിട്ട് കേരളത്തിന് പുറത്തും ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി അന്വേഷിക്കുകയും ആ അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2014 ജനുവരി 28 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചു. ആ സത്യവാങ്മൂലം സമർപ്പിച്ച വിവരം 2014 ജനുവരി 29 മലയാള മനോരമ വാർത്തയായി പ്രസിദ്ധീകരിച്ചു. അതിൽ മലയാള മനോരമ പറയുന്നത് ഈ പ്രകാരമാണ്: ഇന്ത്യയുടെ ഭരണഘടനയെയും ഭരണ നിയമ വ്യവസ്ഥകളെയും അംഗീകരിക്കാത്തതും ഇടത് തീവ്രവാദ മത തീവ്രവാദ സംഘടനകളുമായി യോജിച്ചു പ്രവർത്തിക്കുന്നതുമായ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഒരു കാര്യം കൂടി വളരെ കൃത്യമായി പറയുകയാണ്: കോടതിയെ സമീപിക്കുന്നത്, തങ്ങളുടെ അണികൾ അല്ലെങ്കിൽ മറ്റു നാട്ടുകാർ കോടതിയെ സമീപിക്കുന്നത്, അതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. വളരെ ഗുരുതരമായിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയെ, ഇന്ത്യൻ നിയമവ്യവസ്ഥയും അംഗീകരിക്കാത്ത ഒരു സംഘടനയുടെ രാഷ്ട്രീയ കക്ഷിയുമായി UDF ഇന്ന് സഖ്യമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് 3 കാര്യങ്ങൾ ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന നിലയിലാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചത്, ഇപ്പോഴും ആ നിലയിലാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ പേരതാണ്. അപ്പൊ ഇന്ത്യയിൽ ഒരു രാജ്യം എന്നുള്ള നിലക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ പാകിസ്ഥാനിലും സ്വാഭാവികമായിട്ടും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ തുടക്ക കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായിട്ടുള്ള മൗലാന മൗദൂദി മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ മുഴുവൻ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാതെ ഒരു ചെറിയ മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടി പോരാടുന്നത്, പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്നത് ബോധവൈകല്യമാണ് എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്തും ആ സ്ഥലം ഒരു രാജ്യം, ഇസ്ലാമിക രാജ്യം എന്നുള്ള നിലക്ക് കണ്ട് അതിനു വേണ്ടിയിട്ട് പോരാടുന്നത് ബോധവൈകല്യമാണ്. നിങ്ങൾ കേവലം ഒരു ചെറിയ സ്ഥലത്തിന് വേണ്ടിയിട്ടല്ല പോരാടേണ്ടത്, നിങ്ങൾ ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കണം എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അവര് ബോധവൈകല്യം എന്നാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പാകിസ്ഥാൻ യാഥാർത്ഥ്യമായപ്പോൾ മൗലാന മൗദൂദി പാകിസ്ഥാനിലേക്ക് താമസം മാറ്റിയിട്ടുള്ള ആളുമാണ്. അപ്പോൾ എങ്ങനെയാണോ ഇന്ത്യയെ ഒരു രാജ്യമായി കണ്ടുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത്,
ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാൻ എന്നുള്ള നിലയിൽ പാകിസ്ഥാൻ ഒരു രാജ്യമായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അതേപോലെ കാശ്മീരിനെ ഒരു രാജ്യമായി കണ്ടുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി കാശ്മീർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതായത് പച്ചയായിട്ടുള്ള രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ ബഹിഷ്കരിക്കുന്ന സംവിധാനം ഏതാണ്? അവരിപ്പോൾ ബഹിഷ്കരിക്കുവാൻ വേണ്ടിയിട്ട് ആഹ്വാനം നടത്തിയിട്ടുള്ളത് ടാറ്റയുടെ സംവിധാനത്തെ സംബന്ധിച്ചിട്ടാണ്. ടാറ്റയ്ക്ക് നിരവധിയായിട്ടുള്ള സംവിധാനമുണ്ട്. ടാറ്റയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകന്മാർ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ തയ്യാറാവും. അങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരൊറ്റ നേതാവിനും ഇനി മുതൽ ഹജ്ജിന് പോകാൻ സാധ്യമല്ല. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ എയർലൈൻസ് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലല്ല, ടാറ്റയുടെ സംവിധാനത്തിലാണ് ഇന്ത്യൻ എയർലൈൻസ്. പാസ്പോർട്ട് സംവിധാനം പോലും ഇന്ന് ടാറ്റ കൺസൾട്ടൻസി പാസ്പോർട്ട് സംവിധാനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഏതായാലും അതിനൊക്കെ അപ്പുറത്തേക്ക് ആഗോള സാമ്പത്തിക രംഗത്ത്, കായിക രംഗത്ത് ഒക്കെ പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിൽ, സംവിധാനത്തെ വളർത്തിയെടുക്കുന്നതിൽ വളരെയധികം പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ടാറ്റ എന്ന് പറയുന്നത്. കായിക രംഗത്ത് യുവരാജ് സിംഗിനെ പോലെ, ഗാംഗുലിയെ പോലുള്ള അങ്ങനെ തുടരുകയാണ്. വലിയ ഒരു കായിക നിരയെ വളർത്തിക്കൊണ്ടുവന്നതിൽ ടാറ്റയുടെ പങ്ക് വലിയ പങ്കാണ്. ആഗോള സാമ്പത്തിക രംഗത്ത് ഇന്ത്യ ഉയരുന്നതിൽ ടാറ്റ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ ഇന്ന് നേടിയിട്ടുള്ള മികവാർന്ന ആ ഒരു കാഴ്ച, അതിൻ്റെ പിന്നിലും ഒരു കാലം ഒരുപക്ഷെ ടാറ്റയുടേതായിരിക്കും. ആയുധ വിപണന രംഗത്ത് പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭാരതം ഒരു ആയുധ വിപണന രംഗത്തേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലും ടാറ്റയുടെ കരങ്ങളുണ്ട് എന്നുള്ളതാണ്. വാഹന വ്യവസായ രംഗത്ത് ലോകോത്തര ബ്രാൻഡായിട്ട് ഇന്ന് ടാറ്റയുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നിരവധി വിദ്യാർത്ഥികളെ മറ്റു സർവകലാശാലകളിൽ, വിദേശ രാജ്യങ്ങളിലെ സർവകലാശാലകളിൽ പോയി പഠിപ്പിക്കുന്നതിൽ ടാറ്റ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. ലോക ധനികരുടെ പട്ടികയിൽ ഒരുപക്ഷെ നമുക്ക് ടാറ്റയെ കാണാൻ വേണ്ടി സാധ്യമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും കോടി ആസ്തി ഉണ്ടായിട്ടും അംബാനിയെ പോലെ, അദാനിയെ പോലെ ലോക ധനികരുടെ പട്ടികയിൽ എന്തുകൊണ്ടാണ് ടാറ്റ വരാത്തത്? അതിന് കാരണം ടാറ്റയുടെ വരുമാനത്തിൻ്റെ വലിയ ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു. അവരുടെ നിക്ഷേപം കൂട്ടുവാൻ വേണ്ടിയിട്ടല്ല, അവരുടെ നിക്ഷേപത്തിലെ വലിയൊരു ഭാഗം ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. സൈനിക സംവിധാനങ്ങളെ സഹായിക്കുന്നതിൽ ടാറ്റ വളരെയധികം എല്ലാ കാലത്തും ടാറ്റയുടേതായിട്ടുള്ളൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. രാജ്യത്തെ ആദ്യ സ്വകാര്യ സൈനിക വിമാന നിർമ്മാണ കേന്ദ്രം ഗാന്ധിനഗറിൽ ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത കാലത്ത് ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ്, അത് നരേന്ദ്രമോദിയാണ്, പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അവിടെ ഇപ്പോൾ C-295 എന്ന് പറയുന്ന വിമാനത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാ ആധുനിക സംവിധാനത്തോടു കൂടി ഏതെങ്കിലും ഒരു രാജ്യം, പാകിസ്ഥാനെയാണെങ്കിൽ പാകിസ്ഥാനെ, ഇനിയിപ്പം ഭാവിയിൽ ചൈനയാണെങ്കിൽ ചൈനയെ ഒക്കെ ആക്രമിക്കാൻ തക്ക തരത്തിലുള്ള ആധുനിക സംവിധാനത്തോട് കൂടിയിട്ടുള്ള സൈനിക വിമാനമാണ് C-295 എന്ന് പറയുന്നത്. അതിൻ്റെ നിർമ്മാണത്തിലുള്ള തിരക്കിലാണ് ടാറ്റ. 2026 അത് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും എന്നാണ് പറയുന്നത്. 1930 ടാറ്റ എയർലൈൻസ് ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ ആദ്യത്തെ ആഭ്യന്തര എയർലൈൻ സംവിധാനവും ആരംഭിച്ചതും ടാറ്റ തന്നെയാണ്.
ടാറ്റ എന്ന് പറയുന്ന സംവിധാനത്തെ ഒരിക്കലും ചെറുതായിട്ട് കാണാൻ നമുക്ക് സാധ്യമല്ല. ഇസ്രായേലുമായിട്ട് ഒരു സൈനിക സഹകരണം ഇന്ത്യയുണ്ട്. അതോടൊപ്പം തന്നെ ടാറ്റയും സൈനിക സഹകരണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെല്ലാവരും വളരെ ആവേശത്തോടു കൂടി വായിച്ചിട്ടുള്ള റഫാൽ വിമാനം എതിരാളികളുടെ കണ്ണിൽ പെടാതെ ലക്ഷ്യസ്ഥാനത്തെത്തി ആക്രമിച്ച് തിരിച്ചു വരിക. ബ്രഹ്മോസിനെ സംബന്ധിച്ച് നമ്മൾ ആ സമയത്ത് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഡ്രോണുകളെ സംബന്ധിച്ചിട്ട് പഠിക്കുന്നുണ്ട്. S-400 എന്ന് പറയുന്ന റഷ്യയും ഇന്ത്യയും കൊളാബറേഷനായിട്ട് നിർമ്മിച്ചിട്ടുള്ള സുദർശൻ ചക്രയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ആകാശിനെ സംബന്ധിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ റഫാൽ വിമാനവും ഫ്രാൻസുമായിട്ടാണ് ബന്ധപ്പെട്ടുള്ള സംവിധാനമുള്ളത്. ഇപ്പം പുതിയ കരാർ റഫാൽ നിർമ്മിക്കുന്ന ദസോ കമ്പനിയുമായിട്ട് ടാറ്റ ഗ്രൂപ്പ് ഇപ്പോൾ ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ്. റഫാലിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ഇന്ത്യയിൽ നിർമ്മിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള കരാറാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മേക്കിംഗ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടാറ്റ വലിയ തരത്തിലുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 1931 ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന ഹമാം സോപ്പ് അത് 1931 പുറത്തു വന്നിട്ടുള്ളത്. ആ കാലഘട്ടം വരെ ചെറുപയർ പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മലയാളിയുടെ കുളിമുറിയിലേക്ക് സോപ്പ് എത്തിയത് അത് ടാറ്റയുടെ സോപ്പാണ് ആദ്യമായിട്ട് എത്തിയിട്ടുള്ളത്. 501 ബാർ സോപ്പ് ഒരിക്കലും നമുക്ക് മറക്കാൻ വേണ്ടി സാധ്യമല്ല. അത്രയധികം നമ്മൾ ധരിച്ചിട്ടുള്ള ഷർട്ടും പാൻറ്റും മുണ്ടുകളൊക്കെ ക്ലീനാക്കിയിട്ടുള്ള 501 സോപ്പായിരുന്നു. ടാറ്റാപുരം, കൊച്ചിയിലെ ടാറ്റാപുരം എന്ന് പറയുന്ന വലിയ നിർമ്മാണ കേന്ദ്രം, കൊല്ലയിലെ തഴവ എന്ന് പറയുന്ന സ്ഥലത്തെ ടാറ്റയുടെ നിർമ്മാണ കേന്ദ്രം. തഴവ എന്ന് പറയുന്ന സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ടാറ്റയെ അവിടെ കൊണ്ടുവന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാരിൽ ഒരാളായിട്ടുള്ള കോട്ടുകോയിക്കൽ വേലായുധൻ അദ്ദേഹം ക്ഷണിച്ച് ടാറ്റയെ അവിടെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അങ്ങനെ ടാറ്റയ്ക്ക് കേരളവുമായിട്ട് വലിയ ബന്ധമുണ്ട്. മൂന്നാറില് കണ്ണൻദേവൻ തേയിലത്തോട്ടം അത് ടാറ്റ ഏറ്റെടുക്കുകയുണ്ടായി. അവിടെ ജോലി നൽകിയത് ഒരുപക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ആളുകൾക്ക് ആ തോട്ടത്തിൽ ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ടാറ്റയ്ക്ക് സാധിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ ക്രോക്കറി നിർമ്മാണ വിൽപ്പന ശാല ടാറ്റ സെറാമിക്സ്, അത് എറണാകുളം ജില്ലയിലെ കാക്കനാട്ടാണ്. അതൊക്കെ നമ്മൾ ഈ കേരളവുമായിട്ട് ടാറ്റയ്ക്ക് വലിയ ബന്ധമുണ്ട് എന്നുള്ളതാണ്. കൊച്ചിയിലെ TCS, ഏറ്റവും കൂടുതൽ മൂലധനം ടാറ്റ മുടക്കിയത് കൊച്ചിയിലെ TCSലാണ്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള എയർ ഇന്ത്യ കമ്പനി ടാറ്റ ഏറ്റെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ മലയാളികൾക്ക് വലിയ സ്വപ്നങ്ങളൊന്നും പൂവണിയില്ലായിരുന്നു. അപ്പം മലയാളികളുടെ ഗൾഫ് സ്വപ്നം പോലും പൂവണിയിക്കുന്നതിൽ ടാറ്റയുടെ പങ്ക് വളരെ വലുതാണ്. നമ്മുടെ IT മേഖലയിലെ വളർച്ച അതും ടാറ്റയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് ടാറ്റയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ അടുത്ത കാലത്താണ് സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം അവിടെ ടാറ്റ ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെ കേരളത്തിൻ്റെ വികസന ഭൂപടത്തിൽ ടാറ്റയ്ക്കുള്ള പങ്ക് അത് വിസ്മരിക്കാൻ വേണ്ടി സാധ്യമല്ല. ഇന്ത്യയുടെ വളർച്ചയിൽ ടാറ്റയ്ക്കുള്ള പങ്ക് വിസ്മരിക്കാൻ വേണ്ടി സാധ്യമല്ല. അപ്പോൾ ഇന്ത്യയുടെ വളർച്ചയിലും കേരളത്തിൻ്റെ വളർച്ചയിലും ഒക്കെ തന്നെ നമ്മുടെ സൈനിക രംഗത്തുമൊക്കെ വലിയ സഹകരണത്തോടു കൂടി നമ്മുടെ രാജ്യത്ത് വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതിൽ, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നതിൽ, നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ തങ്ങളുടെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം സേവന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന, ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ടാറ്റ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുവാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന പരിശ്രമം എന്ന് പറയുന്നത് അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുഡിയോ എന്ന് പറയുന്ന സംവിധാനം ടാറ്റയുടേതാണ് എന്ന് ഇപ്പോഴാണ് ഒരുപക്ഷെ ജനങ്ങളെല്ലാവരും അറിയുന്നത്. ജമാഅത്തെ ഇസ്ലാമി നടത്തിയിട്ടുള്ള ബഹിഷ്കരണ ആഹ്വാനത്തെ തുടർന്ന് നിരവധി പേർ, മുസ്ലിങ്ങൾ അടക്കമുള്ള ആൾക്കാർ
ഈ സ്റ്റുഡിയോയിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്കിന്ന് കാണാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും ഇത്തരം മത ഭീകര സംഘടനകളുടെ ഈ ബഹിഷ്കരണത്തെ പൊതുസമൂഹം തള്ളിക്കളയണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.